ഹേ എവരി വൺ വെൽക്കം ബാക്ക്. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. ഇന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്യും വീട്ടിലേക്ക്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ ആയിരുന്നു ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് രാവിലെ ആയിരുന്നു എല്ലാ സാധനങ്ങളും എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡി ആവാൻ അത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സൺസ്ക്രീനും ലിപ് ബാമും ഇട്ട് കാര്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റെഡിയായി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പൊറാട്ടയും ബീഫായിരുന്നു. ഇവിടുത്തെ പൊറാട്ടയും ബീഫ് നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാൻ നോക്കി. പിന്നെ ഇവിടുന്ന് 1.5-2 മണിക്കൂർ അത്യാവശ്യമുണ്ട്, യാത്ര ഉണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉച്ചയായി. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കുറച്ചേരം കടന്നിട്ടൊക്കെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ വഴി അടിപൊളിയായിട്ട് ഇതിൽ കൂടെ പോകാൻ നല്ല രസമാണ്. അത്യാവശ്യം നല്ല ക്ലൈമറ്റും ആവും. എപ്പോൾ വെയിലാണെങ്കിൽ അത്ര വെയിൽ ആയി തോന്നില്ല. പിന്നെ നല്ല രസമാണ് ഈ വഴി കൂടെ പോകാൻ. പിന്നെ വീട്ടിലെത്തിയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. ഈ ക്ലീനിങ്ങും മേക്ക് ഓവറൊക്കെ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്യാനിരിക്കുകയായിരുന്നു. അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല പൊടിയായിരുന്നു. ഈ ഉമ്മറത്തൊക്കെ ഭയങ്കര പൊടിയായിരുന്നു. അപ്പോൾ ആദ്യം അത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇതൊരു ദിവസം കൊണ്ട് തീരുന്നതാണ്. പക്ഷെ ഒരു ദിവസം കൊണ്ട് ചെയ്തില്ല. പിന്നെ ഞാൻ അടുത്ത ദിവസമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ തുണി തന്നെ എടുത്ത് സെറ്റാക്കുകയായിരുന്നു ചെയ്തത്. എന്താ വെച്ചാൽ അത് കുറേ കൊടുക്കാനും ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേയൊക്കെ ഉപയോഗിക്കും വെച്ചിട്ട് ഉപയോഗിക്കാതിരുന്നു, വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ മീനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ നൈബറിൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒപ്പം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴാണെങ്കിൽ നല്ല മഴ. പിന്നെ കുറേ നേരം നിന്നിട്ടൊക്കെയാണ് ബസ് കിട്ടിയത്. പക്ഷെ ഞങ്ങൾ എന്തായാലും പോയി. പിന്നെ ഞങ്ങൾ പുറത്ത് വെറുതെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കൂടെ ട്രെയിനൊക്കെ പോകണ്ടായിരുന്നു. ഞാനിങ്ങനെ ട്രെയിൻ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോണ് കാണാൻ നല്ലൊരു രസമാണല്ലോ. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ഇരുട്ടാവുന്ന മുന്നേ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഡ്രസ്സ് മടക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും അത് മടക്കൽ തന്നെയായിരുന്നു പണി. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ച് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.